അതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി ബിജെപി ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റായ ബിന്ദു വിനയകുമാർ പ്രതികരിക്കുകയാണ്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്നും പൈസ പിരിച്ചിട്ടുണ്ട്. ശോഭയ്ക്ക് കീഴിൽ വനിതകൾക്ക് പ്രവർത്തിക്കാനാകില്ല. ശോഭാ സുരേന്ദ്രന്റെ സ്വഭാവം വെച്ച് പാലക്കാട് പണം നൽകിയിട്ടുണ്ടാകാമെന്നും ബിന്ദു മീഡിയ വണിനോട് പറഞ്ഞു. നേരത്തെ ബിന്ദുവിനെ ശോഭ ഫോണിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിന്നെ ഞാൻ കാണിച്ചു തരാം, അടിച്ച് നിന്റെ ചെപ്പക്കുറ്റി പണിക്കുറവ് തീർത്തു തരാം തുടങ്ങി അനാവശ്യമായി. അത് ഒരു രാഷ്ട്രീയ നേതാവാണ്, അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രൻ ഒരു പ്രവർത്തകയായി എന്നോട് തീർച്ചയായും അപമര്യാദയായി ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞത്. ഇതിന് ശോഭാ സുരേന്ദ്രന്റെ സ്വഭാവം ഇതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യാതൊരുവിധ സത്യവുമില്ല. ഒരു പാലക്കാട്ട് ഇവിടെ നിന്ന് അവിടെ ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് പൈസ കൊടുക്കാനും മാത്രമുള്ള സാമ്പത്തിക ശേഷിയോ എനിക്ക് ശോഭാ സുരേന്ദ്രനെ ഈ പാർട്ടിയിൽ ഇപ്രകാരം നാണം കെടുത്തുന്നതിനോ ചെയ്യുന്നതിനോ വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഉള്ളതല്ല. അത് അവർക്ക് തെളിയിക്കാം. അവർ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അവരത് തെളിയിക്കേണ്ടി വരും. ശോഭാ സുരേന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കവലയ്ക്കൽ എന്ന് പറയുന്ന ഒരു വീട്ടിൽ രാത്രിയിൽ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഈ ശോഭാ സുരേന്ദ്രൻ ഈ ജില്ലയിൽ വന്ന് അനധികൃതമായി പിരിവ് നടത്തിക്കൊണ്ടു പോകുന്നെന്നും അതിനെതിരെ അത് ശരിയല്ലെന്നും ജില്ലാ പ്രസിഡന്റായ ഞാൻ ഇത് അറിയുന്നില്ലെന്നും സംസ്ഥാനത്ത് വിളിച്ച് പരാതിപ്പെടുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അതിൽ നിന്ന് കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ഈ ധിക്കാരപരമായ വണ്ടിയിൽ നിന്ന് ഇറക്കി അടിച്ച് നിന്റെ ചെപ്പക്കുറ്റി ഇതെല്ലാം ഇവരുടെ ശരിയായ സ്വഭാവമാണ്. ഈ സ്വഭാവമാണ് എന്നോട് കാണിച്ചത്. ഒരു 60 വയസ്സുള്ള വൃദ്ധയായ എന്നോട് ഈ രീതിയിലുള്ള പെരുമാറ്റമാണ്. അടിച്ച് നിന്റെ ചെപ്പ കളയുമെന്നും അതുപോലെ തന്നെ കേട്ടാൽ ഇറക്കുന്ന പല ആരോപണങ്ങളും ഇവരുന്നയിച്ചിരിക്കുകയാണ്. ഈ ഒരു വനിതയ്ക്കെതിരെ ഇപ്രകാരം യാതൊരു സത്യവുമില്ലാത്ത ഒരു കാര്യം അത് ഒരു പത്രത്തിൽ ഒരു ഫോണിൽ കൂടി വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ തന്റെ ഇടമുള്ള ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് അവരാണോ ചെയ്തത് സത്യം എന്നുള്ളത് നമുക്ക് തെളിവില്ലാത്ത, പക്ഷെ അവരുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ അവരത് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്.